നെപ്പോക്കിട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നെപ്പോക്കിട്ടിലെ ഏറ്റവും വലിയൊരു സുപ്രീം നെപ്പോക്കിട്ടായിട്ടുള്ള ആര്യൻ ഖാൻ, നമ്മുടെ ഷാറുഖ് ഖാൻ്റെ മകനായിട്ടുള്ള ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത് എഴുതി ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ് ദി ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറയുന്ന സീരീസ്. സെപ്റ്റംബർ 18 അത് സ്ട്രീമിംഗ് ആരംഭിച്ചത്. 7 എപ്പിസോഡുള്ളൊരു മിനി സീരീസാണ്. അപ്പോൾ ആ സീരീസ് കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ബാഡ്സ് ഓഫ് ബോളിവുഡ്, അതാണ് ഈ സീരീസിൻ്റെ പേര്. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ പച്ചയായിട്ട് കാണിക്കുകയും കുറേ മെയിൻ സ്ട്രീം ആക്ടേഴ്സിനെയൊക്കെ ലൈവായിട്ട് ട്രോൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫൺ റൈഡ് തന്നെയാണ് നമ്മളെ ഓം ശാന്തി ഓം എന്ന് പറയുന്ന സിനിമയിൽ, ഷാറുഖ് ഖാൻ്റെ ഓം ശാന്തി ഓം എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ആ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് സീനുകൾ ഈ സീരീസിൽ കൊണ്ടവർ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആര്യൻ ഖാൻ എന്ന് പറയുന്ന ഒരു പുതുമുഖ ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഓരോ എപ്പിസോഡും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതിന് സ്റ്റാർട്ടിങ് എൻഡിങ് ആണെങ്കിൽ ഒരു ത്രില്ലിങ് എലമെൻറ്റ്സ് കൊടുത്ത് ഒരു മികച്ച രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു സീരീസിനെ മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി വൈസ് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളും സീരീസുകളിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈൻ. അതിനെ ഒരു ഇത്തരത്തിലുള്ള ഒരു മസാല, ബോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സാധനം ഇട്ട് ബോളിവുഡ് മാഫിയ അങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. അപ്പോൾ അതിനെ എക്സ്പോസ് ചെയ്യുന്ന ടൈപ്പിലുള്ളൊരു സീരീസിനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ ഇവരെല്ലാവരും വന്ന് അപ്പിയർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആക്ടേഴ്സിനൊക്കെ ഒരു പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. രാജ്കുമാർ റാവു, ഇവരെല്ലാവരും വന്ന് പോകുന്നുണ്ട്. ഒരു രസമുണ്ട്. ഒരു ബോബി ഡിയോളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നായകൻ്റെ പേര് ലക്ഷ്യ അങ്ങനെയാണ് പുള്ളിയുടെ പേര്. പുള്ളിനെ കൂടുതൽ സിനിമയിലൊന്നും കാണാത്തതുകൊണ്ട് അറിയാൻ പാടില്ല. ലക്ഷ്യ ലാൽവാണി ആണ് മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ബോബി ഡിയോളാണ് അതിൻ്റെ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സഹർ ബാംബെയാണ് ചിത്രത്തിലെ ലേഡി ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോബി ഡിയോളിൻ്റെ മകൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറിനാണ് പുള്ളിക്കാരത്തി കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കില്ലെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വില്ലനായിട്ടുണ്ടായിരുന്ന രാഘവ് ജുവാലും ഈ സിനിമയിൽ ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. മുഴുവൻ സീരീസ് എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, ഈ ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ മാഫിയകൾ എന്താണ്, അല്ല ബോളിവുഡ് ഇൻഡസ്ട്രി നടക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ പ്രൊഡ്യൂസേഴ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, ഡയറക്ടേഴ്സിന് എത്രത്തോളം വാല്യൂ ഇല്ല എന്നൊക്കെ കാണിക്കുന്ന, ഈ സ്റ്റാറുകൾ തമ്മിലുള്ളൊരു മത്സരം എങ്ങനെയാണെന്നൊക്കെ തുറന്ന് കാണിക്കുന്ന ഒരു സീരീസാണ് ദ ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറയുന്നത്. ശരിക്കും ബാഡ്സ് ഓഫ് ബോളിവുഡ് ആണോ അതോ ഇതിന് വേറൊരു പേരുണ്ടോ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീരീസ് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ആര്യൻ ഖാൻ മികച്ച രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ട്രോളുന്നുണ്ട് എല്ലാവരും. സ്വന്തം അച്ഛനെ തന്നെ പുള്ളി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഞാനങ്ങനെ കൂടുതൽ ഫോളോ ചെയ്യുന്നതല്ല, ബട്ട് ഷാറുഖ് ഖാൻ്റെ മകനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ടും അതിൻ്റെ അകത്ത് എന്താണ് പുള്ളി പുതുമ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതെന്നൊന്ന് അറിയാൻ ഒരാഗ്രഹം കൊണ്ടും കണ്ടതാണ്. എനിവേ നല്ലൊരു ടൈം പാസിനുള്ളൊരു സീരീസായിരുന്നു. ഒരുപാട് ബാഡ് വേർഡ്സ് ഉണ്ട്, ഒരുപാട് ഈ 18+ സീരീസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതുപോലെ ബാഡ് വേർഡ്സും ബാഡ് തിങ്സും ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. സോ പിള്ളേർ കാണരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി ഇനി സീരീസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.